സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മനസ്സിന് കുളിർമയും സന്തോഷവും ആശ്വാസവും ഏകുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുമായി സ്വർഗവാണി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങുക. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. എടുത്തതിന് ശേഷം തിരികെ വരാം. ഹലോ ഹലോ, നമസ്കാരം. സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അങ്കമാലിയിൽ നിന്ന് അന്നാമ ബേബി. അന്നാമ ബേബി. അന്നമാൻറ്റി, എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ കുറെ നാളായിട്ട് സ്വർഗവാണിയിലേക്ക് വിളിച്ചിട്ട് കിട്ടാതിരിക്കായിരുന്നു. ആണോ? അപ്പൊ ഇന്ന് അന്നമാൻറ്റിയുടെ നല്ലൊരു ദിവസമാണ്, ലക്കി ഡേ. താങ്ക് യു ജീസസ്. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഓക്കെ. ഞാൻ ഭർത്താവ്, എനിക്ക് 2 മക്കളുണ്ട്. മോളെ ഇവിടെ അടുത്ത് തന്നെ കല്യാണം കഴിച്ചേക്കുന്നു. മോൻ ന്യൂസിലൻഡിലാണ്, പള്ളിയിലെ അച്ഛനാണ്. ഓ, പള്ളിയിലെ അച്ഛനാണ് ന്യൂസിലൻഡില്. യാക്കോബേക്കാരന് കല്യാണം കഴിച്ചു. 2 കുട്ടികളുണ്ട്. ആഹാ, അപ്പൊ വലിയൊരു ഫാമിലിയാണ് അന്നമാൻറ്റിയുടെ, അല്ലേ? ഓ, ദൈവകൃപയാൽ. അതെ. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഓ, ഞാൻ കാണാറുണ്ടല്ലോ. ഓ, സന്തോഷം, ഒത്തിരി സന്തോഷം. പിന്നെ ന്യൂസിലൻഡിലുള്ള അച്ഛനോട് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം പറയണം കേട്ടോ. പറയാം. അപ്പൊ നമ്മുടെ ചാനലിലെ എല്ലാ പ്രോഗ്രാംസും ആന്റി കണ്ടിന്യൂസ് കാണുന്ന ഒരാളാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഒത്തിരി സന്തോഷം. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടുകൂടെ പാടി തന്നാൽ. അതെ, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാകും. എനിക്ക് വേണ്ടി പാടുന്ന പാട്ട് ഏതാണോ? പറഞ്ഞോ. നീറും ദുഃഖങ്ങൾ നാളെ വരുന്ന മഹിമയോർത്താൽ ഇന്നീ ദുഃഖങ്ങൾ നിസാരമാം. ആന്റിയോട് പാട്ട് ചോദിച്ചപ്പോഴേ ആന്റി പാടി. നമുക്ക് വരുന്ന എല്ലാ ദുഃഖങ്ങളും നിസ്സാരമാണ്, അല്ലേ? അതെ. വരുവാനിരിക്കുന്ന ശ്രേഷ്ഠത ഓർത്താൽ അതെ, ഇതെല്ലാം നിസ്സാരമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആണോ? അപ്പൊ ആന്റി, ഞങ്ങള് ഈ എപ്പിസോഡില് അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കാണണം കേട്ടോ. അപ്പൊ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അന്വേഷണം അറിയിക്കണം. അപ്പൊ ആന്റിക്ക് വേണ്ടി നല്ലൊരു പാട്ട് ഞങ്ങൾ പാടുന്നതായിരിക്കും. ഓക്കെ. ഗോഡ് ബ്ലെസ് ആന്റി. ഓക്കെ, താങ്ക് യു. ശ്രേഷ്ഠതയാർന്ന പദവികളും
അപ്പോൾ നമ്മളെ വിളിച്ച അന്നമാൻറ്റിയുടെ അനുഭവത്തോട് ചേർന്ന് നിൽക്കുന്നൊരു പാട്ട് തന്നെ നമുക്ക് പാടിക്കൊടുക്കാനായിട്ട് കഴിഞ്ഞു. ഒത്തിരി വിശ്വസ്തയോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അന്നമാൻറ്റിയുടെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഈ പാട്ടിൻ്റെ വരികളിൽ പറയുന്ന പോലെ ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീ നനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. അതുപോലെ ആ ഫാമിലിയിൽ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ട്. അതെ അതെ, അവരെല്ലാം ദൈവം അങ്ങനെ ശ്രേഷ്ഠകരമായിട്ട് മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. എന്താണ് പേര്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുഞ്ഞമ്മ തോമസ്. ഓക്കെ ആന്റി, എന്തുണ്ട് പത്തനംതിട്ടയിൽ വിശേഷം? ഓക്കെ ആന്റി, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും ഉള്ളു ഇപ്പോളെ. മക്കളൊക്കെ? മക്കൾ എനിക്ക് 3 മക്കളാ, 3 പേരും വെളിയില. ഓക്കെ, അപ്പൊ ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. അതെ അതെ, അനുഗ്രഹിച്ചിട്ടുണ്ട്. അതെ ആന്റി, ജോലിയായിരുന്നോ അതോ ഹൗസ് വൈഫാണോ? എങ്ങനെ? ജോലിയാണോ അതോ ഹൗസ് വൈഫാണോ? എന്ത് ചെയ്യുന്നു ആന്റി? ഞാൻ ഹൗസ് വൈഫാ. ഓക്കെ ഓക്കെ, പത്തനംതിട്ടയിൽ നമ്മുടെ നാട്ടിലൊക്കെ വേറെന്തോണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ സ്വർഗവാണി? അയ്യോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായ പ്രോഗ്രാം. ആന്റി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അതെ അതെ. ഓക്കെ, അപ്പം ആ ഒരു സന്തോഷത്തിൽ നല്ലൊരു പാട്ട് സ്വർഗവാണിക്ക് വേണ്ടി പാട്. പാടാം. ഓക്കെ. എന്നെ കരുതുന്ന വേദങ്ങളോർത്താൽ നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ, എന്നെ നടക്കുന്ന വഴികളോർത്താൽ ആനന്ദത്തിൽ അശു പൊഴിഞ്ഞിടുന്നേ, എന്നെ കരുതുന്ന വേദങ്ങളോർത്താൽ നന്ദിയാലുള്ള നിറഞ്ഞിടുന്നേ, എന്നെ നടക്കുന്ന വഴികളോർത്താൽ ആനന്ദത്തിൽ അശു പൊഴിഞ്ഞിടുന്നേ, അങ്ങനെ ഞാൻ സ്നേഹിക്കുമായിട്ട് നാളല്ല നന്ദിയാൽ പാടിടും. കുഞ്ഞുമാൻറ്റി, വളരെ മനോഹരമായൊരു പാട്ട്, വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. പിന്നെ ഈ സന്തോഷത്തിൽ ഞങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, നമ്മുടെ ബൈബിൾ തീം പാർക്ക് സന്ദർശിച്ചിട്ടുണ്ടോ? സന്ദർശിച്ചിട്ടില്ല, കാണുന്നുണ്ട്. അപ്പം ഒട്ടും താമസിപ്പിക്കരുത്, എത്രയും പെട്ടെന്ന് പോന്നേക്കണം കേട്ടോ. ചർച്ചിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഒരു 1 ഡേ ട്രിപ്പായിട്ട് ഇങ്ങ് പോരണം. അപ്പം അന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി ഇങ്ങോട്ട് ഞങ്ങളുടെ ചാനലിനെ സ്നേഹിക്കുന്നു, ഞങ്ങളുടെ പ്രോഗ്രാം സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. ഓക്കെ ആന്റി, അപ്പൊ ഇന്ന് ഞങ്ങൾ ആന്റിക്ക് വേണ്ടി പാടിത്തരേണ്ട പാട്ട് ഏതാ? അതെ, ഫേബയാണ്. എബി സുഖമായിട്ടിരിക്കുന്നു. ഉണ്ട്, ഞാനുണ്ട് ഇവിടെ. ആണോ? താങ്ക് യു സോ മച്ച്. അപ്പൊ ആന്റിക്ക് ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാ പാടിത്തരേണ്ടത്? ഞങ്ങൾക്ക് ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല എന്നുള്ളൊരു പാട്ടില്ലേ? ഓക്കെ, ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല. ഓക്കെ, ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ആ പാട്ട് പാടാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ആന്റി വീണ്ടും വിളിക്കുന്നേ. വിളിക്കാം. ഓക്കെ ആന്റി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളെ പത്തനംതിട്ടയിൽ നിന്ന് കുഞ്ഞമ്മ തോമസ് ആൻറ്റിയാണ് വിളിച്ചത്. അതെ, ഒത്തിരി സന്തോഷം പ്രിയ ആൻറ്റിയുടെ വാക്കുകളൊക്കെ കേട്ട്. അതെ. അപ്പം നല്ലൊരു പാട്ടും പാടി തന്നു. അതെ, അപ്പോൾ ആ പ്രിയ ആൻറ്റിയെ കുടുംബമായിട്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് പാടിയിട്ട് തിരിച്ചു വരാം. ക്ഷീണിപ്പിക്കയില്ല
അപ്പോൾ നമ്മുടെ കുഞ്ഞുമേൻ്റി ആയിരുന്നു വിളിച്ചത്. നമ്മുടെ കുഞ്ഞുമേൻ്റി നല്ലൊരു പാട്ട് പാടിത്തന്നു, നല്ലൊരു പാട്ട് ചോദിച്ചു. കുഞ്ഞുമേൻ്റിയെയും കുടുംബത്തെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ, നമ്മുടെ പ്രേക്ഷകരോടെല്ലാം പറയാനുള്ളത് ആ വരി ഇങ്ങനെയാണ്: ഇന്ന് കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്ന് വന്ന കഷ്ടം ഇനി വരികയില്ല. അപ്പം ഞങ്ങളെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മേലുള്ള എല്ലാ ആപത്തും അനർത്ഥവും എല്ലാം ഒഴിഞ്ഞു പോകട്ടെ. വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതാരാണ് വിളിക്കുന്നത്? വില്യം മാത്യൂസ്. വില്യം മാത്യൂസ്. വില്യം അങ്കിൾ, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കണു. അങ്കിളെ, എവിടാണ് ഈ സ്ഥലം? കുന്നംകുളം. കുന്നംകുളം. ഓക്കെ, കുന്നംകുളത്ത് എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മഴയുണ്ട്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭാര്യയുണ്ട്, ഞാനുണ്ട്. ഓക്കെ, മക്കളൊക്കെ? മക്കളൊക്കെ 3 പെൺകുട്ടികളാണ്. 3 പേരുണ്ടോ? അവരൊക്കെ 3 പെൺകുട്ടികളാണ്. ഓ, ശരി ശരി. അവരെല്ലാം കല്യാണമൊക്കെ കഴിച്ച് അയച്ചല്ലേ? അവരൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. ഓ, വിവാഹമൊക്കെ കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ സന്തോഷത്തോടെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ജീവിക്കുക അല്ലേ? അങ്ങളെ, അപ്പൊ ഇന്ന് സ്വർഗവാണിക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടാമോ? പാടാം. ഓക്കെ, ഒരു പാട്ട് പാടിക്കോ. വഹിക്കും എല്ലാം നേച്ചോട് ചെല്ലിടുമ്പോൾ താൻ കേൾക്കും നോമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം നേച്ചോട് ചെന്ന് ചൊല്ലിടകമിത്തം. ഓക്കെ, ഈ പാട്ട് പാടിയതിൽ ഒത്തിരി സന്തോഷം. ആ കാരണം ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. വളരെ പ്രത്യാശ നിറഞ്ഞൊരു പാട്ടാ. അതുപോലെ ഇതൊരു ആക്ച്വലി ഇതൊരു ഇംഗ്ലീഷ് സോങ് ആണ്. ഇതിനെ മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഓക്കെ അങ്കിൾ, അപ്പൊ ഇന്ന് ഞങ്ങൾ ഏത് പാട്ടാണ് അങ്കിളിന് വേണ്ടി പാടി തരേണ്ടത്? പുതിയ പാട്ട് പുതിയൊരു പാട്ടാണല്ലോ. ഓക്കെ, അപ്പം നല്ലൊരു പാട്ട് അങ്കിളിന് പാടിത്തരാം കേട്ടോ. ശരി ശരി ശരി. വീട്ടിലെല്ലാരും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കണം, ഇനിയും വിളിക്കണം. ശരി ശരി. ഓക്കെ അങ്കിളെ, ഗോഡ് ബ്ലെസ് യു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മളെ വില്യം മാത്യു അങ്കിളാണ് വിളിച്ചത്, കുന്നംകുളത്തു നിന്നാണ് വിളിച്ചത്. അങ്കിൾ നല്ലൊരു പാട്ട് പാടി തന്ന്. ആ പാട്ട് പാടിയതിൽ എനിക്കൊത്തിരി വ്യക്തിപരമായിട്ട് എനിക്കൊത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണത്. എന്ത് നല്ലൊരു സഖി യേശു. അപ്പോൾ നമുക്ക് അങ്കിൾ ചോദിച്ചേക്കുന്ന ഒരു നല്ലൊരു പാട്ട് പാടി കൊടുക്കാമോ എന്നാണ് ചോദിച്ചത്. നല്ലൊരു പാട്ട് അങ്കിളിന് വേണ്ടി പാടിയിട്ട് നമുക്ക് തിരികെ വരാം. ഓക്കെ. സർവഭൂമിക്കും രാജാവും നീ
നമ്മളെ വിളിച്ച വലിയ അങ്കിളിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പാടിക്കൊടുക്കാൻ കഴിഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. എൻ്റെ ഒരു ഈ കാലയളവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു എന്താ സംഗീതഗായകൻ എല്ലാമാണ് പാട്ടുകാരനും. അതെ അതെ, നല്ലൊരു പാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ വരികളെല്ലാം ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടുള്ള വരികളാണ്. എനിക്കൊന്ന് അദ്ദേഹം ആ പാടെ 2-3 പാട്ട് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതെല്ലാം ഭയങ്കര ഹിറ്റാണ്. അപ്പം അതിനകത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്. അപ്പം ഇത് നമ്മുടെ വലിയ അങ്കിളിനും കുടുംബത്തിനും ഒത്തിരി അനുഗ്രഹം ആശ്വാസമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ പാടുന്ന പാട്ടുകളൊക്കെയും അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇതാരാണ് വിളിക്കുന്നത്? കുഞ്ഞുമോൻ. എവിടുന്നാ വിളിക്കുന്നത്? മാമൂടെന്ന്. ഓക്കെ കുഞ്ഞുമോൻ ചേട്ടാ, എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, എന്ത് ചെയ്യുന്നു? കമ്പനി ജോലിയായിരുന്നു, ഇപ്പൊ അതൊന്ന് നഷ്ടപ്പെട്ടു, കമ്പനി നിർത്തി പോയി. ഓ ശരി ശരി. അവിടെ ചങ്ങനാശ്ശേരി തന്നെ ആയിരുന്നോ? എന്തോ ചങ്ങനാശ്ശേരി തന്നെ ആയിരുന്നോ ജോലി? ചങ്ങനാശ്ശേരി അവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു. ചേട്ടാ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെ അമ്മ, ഭാര്യ ബിന്ദു, നെഹാന, 2 കുട്ടികൾ, പെൺകുട്ടികളെ. അവരെന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? സ്നേഹയുടെ വിവാഹം, അവൾക്കൊരു കുട്ടിയുണ്ട്, ഐലിൻ. സണ്ണിലോ റെന്നി അഗസ്റ്റിൻ. പിന്നെ നേഹ, അവള് +2 കഴിഞ്ഞ് ഈ നഴ്സിംഗിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു ഗ്രാൻഡ് ഫാദർ ആയിട്ടുള്ള ഒരാളാണ് സംസാരിക്കുന്നത്, ഞങ്ങൾക്ക് തോന്നിയില്ല. ആ ഒരു വോയിസ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. ഒത്തിരി യങ് വോയിസ് ആണ്. അപ്പം അതാണ് ഞങ്ങൾ അങ്കിളെ മാറ്റിയിട്ട് ചേട്ടനാക്കിയത്. ഓക്കെ, അപ്പം നല്ലൊരു പാട്ട് നമുക്ക് സ്വർഗവാണിക്ക് വേണ്ടി പാടാവോ? ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് പാടിക്കൂ. പകർന്ന തൈലം പോൽ നിന്നും പാരിൽ സൗരഭ്യം വീശുന്നതാ, പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാട്ടുമേ ഞാൻ എന്റെ പ്രിയനെ, ജീവകാലമല്ല ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുന്നു. ഓ മതി. അപ്പൊ കുഞ്ഞുമൻ ചേട്ടന്റെ ഈ വോയിസ് കേട്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി നല്ലൊരു ഗായകനും കൂടിയാണ്. പിന്നെ അങ്കിളെ, നിങ്ങൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഞങ്ങൾക്ക് അത് ഒത്തിരി അനുഗ്രഹമാണ് കേട്ടോ. കാരണം ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രത്യേക ഫീൽ ഉള്ള പാട്ടുകൾ. ഞങ്ങൾ പല എപ്പിസോഡിലും ഈ പാട്ടിനെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊന്നും തന്നെയല്ല, നമ്മളെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഏത് പാട്ടാ പാടിത്തരേണ്ടത്? ഈ പാട്ട് തന്നെ പാടിയാൽ മതിയോ? ഓക്കെ, അപ്പം ഈ പാട്ട് ഞങ്ങള് കുഞ്ഞുമൻ ചേട്ടനും ഫാമിലിക്ക് വേണ്ടി പാടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാരും തിരക്കെന്ന് പറഞ്ഞേരെ, മക്കളെയും കൊച്ചുമക്കളെയും എല്ലാരും ഞങ്ങൾ അന്വേഷണം അറിയിക്കുക. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കുന്നേ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ്. ഓക്കെ. Should
പാട്ടിൽ. അടവി തരുക്കളിനിടയിൽ ഒരു വളരെ കാവ്യാത്മകമായ ഒരു പാട്ടാണിത്. പലപ്പോഴും ഈ പാട്ടിനെ നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പം പ്രിയ കുഞ്ഞുമോൻ അങ്കിളിന് ഈ പാട്ട് നമ്മളെ പാടി കേൾപ്പിച്ചതിനും ഈ പാട്ട് നമ്മളോട് പാടാൻ പറഞ്ഞതിനും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓക്കെ, അപ്പം ഈ പാട്ട് ഞങ്ങളെ കാണുന്ന എല്ലാവർക്കും സന്തോഷമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇത്രയും നേരം നമ്മളിങ്ങനെ നമ്മുടെ പ്രേക്ഷകരോട് ഫോണിൽ കൂടി സംസാരിച്ച് നമ്മുടെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അങ്ങനെ വളരെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും മുന്നോട്ട് ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി താൽക്കാലികമായി വിടവാങ്ങുന്നു. നന്ദി.